നമസ്കാരം. ആയുർജീവനത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിൽ ഹോർമോൺ വ്യവസ്ഥ തകരാറിലാക്കുന്ന ചില രാസവസ്തുക്കളെ പറ്റിയാണ് ഇന്ന് ആയുർജീവനത്തിൽ സംസാരിക്കുന്നത്. എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. സ്ത്രീകളിൽ സങ്കീർണമായ ഹോർമോൺ വ്യവസ്ഥയാണ് ഉള്ളത്. നാം അറിഞ്ഞോ അറിയാതെയും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ധാരാളം രാസവസ്തുക്കൾ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തടസ്സമുണ്ടാക്കുന്നു. പലതരം രോഗങ്ങൾക്കും ഇത് കാരണമാവുകയും ചെയ്യുന്നു. എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഹോർമോൺ തകരാറുണ്ടാക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനം വ്യവസായങ്ങളിൽ നിന്നുള്ള രാസവസ്തുക്കളും പ്ലാസ്റ്റിക്കിൻ്റെ വിവിധ ഘടകങ്ങളും ആഹാരപാനീയങ്ങളിൽ കൂടി എത്തുന്ന പലതരം രാസവസ്തുക്കളുമാണ്. ബിസ്ഫിനോൾ എ എന്ന രാസവസ്തുവിന് എന്താണെന്ന് നോക്കാം. പോളിക്രോമേറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്ലാസ്റ്റിക്കിലാണ് ബിസ്ഫിനോൾ എ ഉള്ളത്. പാൽക്കുപ്പികളും ഭക്ഷ്യവസ്തുക്കളുടെ പാക്കിങ്ങുകൾക്കും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് പോളിക്രോമേറ്റ്. സ്ത്രീകളിൽ ഇത് അധികമായ സ്തനവളർച്ച ഉണ്ടാക്കുന്നതായും ഹോർമോൺ തടസ്സപ്പെടുത്തുന്നതായും നേരത്തെ തന്നെ ആർത്തവം ആരംഭിക്കുവാനായിട്ട് ഇടയാക്കുന്നതായും സംശയിക്കുന്നു. ഡയോക്സിനുകൾ എന്ന വിഷവസ്തുക്കൾ വ്യവസായശാലകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറത്തു വരുന്നു. ഇതുകൂടാതെ ആശുപത്രി മാലിന്യങ്ങൾ കത്തിക്കുമ്പോഴും പ്ലാസ്റ്റിക് കത്തിപ്പിക്കുമ്പോഴും ഡയോക്സിനുകൾ ഉണ്ടാകുന്നു. കൊടിയ വിഷമായ ഡയോക്സിനുകൾ മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതായും നാഡീസംബന്ധമായ രോഗങ്ങളുണ്ടാക്കുന്നതായും പലതരം പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മറ്റൊന്ന് കീടനാശിനികളാണ്. ഹോർമോൺ തകരാറുകൾ മാത്രമല്ല, നാഡീ സംബന്ധമായ തകരാറുകൾ, മറവി രോഗം, കമ്പവാതം എന്ന പാർക്കിൻസൺസ്, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാക്കുന്നു. പെർഫ്ലോറിനേറ്റഡ് കെമിക്കൽസ് എന്നുള്ളതാണ് അടുത്ത വിഭാഗം. ഇത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഭക്ഷണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന PFOA എന്ന രാസവസ്തുവാണ്. ഇതും നിരന്തര ഉപയോഗത്തിലൂടെ മനുഷ്യ ശരീരത്തിലെത്തുന്നു. ഇതും ആർത്തവ സംബന്ധമായ തകരാറുകളും ഹോർമോൺ തകരാറുകളും ഉണ്ടാക്കുന്നു. ആധുനിക ജീവിത സൗകര്യങ്ങളുടെ ഭാഗമായി നാം ഉപയോഗിച്ചു വരുന്ന പലതരം ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സമൂഹം പെൺകുട്ടികളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന കാലം മുതൽ കൗമാരത്തിലും ബാല്യത്തിലുമെല്ലാം പെൺകുട്ടികളുടെ ശരീരത്തിൽ ഇത്തരം രാസവസ്തുക്കൾ എത്തിപ്പെടാതെ നോക്കുകയും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാനാവൂ. ഇനി മറ്റൊരു വിഷയവുമായി ആയുർജീവനത്തിൽ വീണ്ടും കാണാം. നന്ദി.